സിമ്പിൾ റെസിപ്പി പറഞ്ഞുതരാം. ഇതെൻ്റെ റെസിപ്പിയല്ല, ഞാൻ വേറൊരാളുടെ അടുത്ത് നിന്ന് കടമെടുത്തതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, പെപ്പർ, ഇത്രയാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചതച്ച് വെച്ചതും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് അതിലോട്ട് ഇടുക. ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മില്ലറ്റ്സ് ഏതെങ്കിലും ഒന്ന് എടുക്കുക. ആ മില്ലറ്റ്സും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ചും കൂടെ മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമുക്ക് കഴിക്കാം. പ്രത്യേകിച്ച് ഇതിൽ വേറെ കറികളൊന്നും യൂസ് ചെയ്യേണ്ട. കുറച്ച് സാലഡ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് ഫില്ലാവും. ഈ സോയാ ചങ്ക്സിൽ ഓവറായിട്ട് പ്രോട്ടീൻ ഒന്നും ഉണ്ടെന്ന് വിചാരിക്കരുത്, പക്ഷേ നമുക്കൊരു ഫൈബർ കണ്ടൻറ്റ് കിട്ടും.